ഏറ്റവും അവസാന റിപ്പോർട്ട് കിട്ടുമ്പോൾ പൊതുവെ സ്ഥിതി എങ്ങനെയാണ്? എസ്കെൻ ഇറാൻ സൈന്യം അതിശക്തമായിട്ട് അവരെ ആക്രമിക്കുമെന്ന മുന്നറിയിപ്പ് അന്ത്യശാസ്ത്രവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. അവരെ പ്രധാന ടാർഗറ്റ് ഇസ്രായേലാണ്. ഒപ്പം തന്നെ US-ന്റെ സേനാ താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുമെന്ന് പറഞ്ഞിരിക്കുന്നു. എന്തായാലും അതൊരു ആശങ്ക തന്നെയാണ്. കാരണം ഈ പോകുന്ന മിസൈലുകളൊക്കെ കറക്റ്റായിട്ട് സേനാ താവളങ്ങളിൽ പതിക്കണമെന്നില്ല. അവരുടെ പാട്രിയോട്ട് അടക്കമുള്ള മിസൈൽ വേദക സംവിധാനങ്ങൾ ഇത് തകർത്ത് കളയുമ്പോൾ എവിടെയൊക്കെ വന്ന് വീഴുമെന്നറിയില്ല. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളില്ല എന്ന് പറയുമ്പോഴും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. UAE-ക്ക് നേരെ 132 മിസൈലുകളാണ് അവർ പ്രയോഗിച്ചതായിട്ട് പറയുന്നത്. അതിൽ ഭൂരിപക്ഷവും UAE-യുടെ പാട്രിയോട്ട് സംവിധാനങ്ങളും അമേരിക്കൻ മിസൈൽ വേദക സംവിധാനങ്ങളും വെച്ച് തകർത്ത് കളഞ്ഞു. പക്ഷെ 2 അബുദാബിയിലും അതുപോലെ തന്നെ പാം ജുമേറയിലും വീണതിനെക്കുറിച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. എന്തായാലും ആ തരത്തിൽ ഒരു തിരിച്ചടി, അതിശക്തമായ തിരിച്ചടി നടത്തുമെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ഇറാന്റെ കയ്യിൽ ആയിരക്കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളുണ്ട്, അതുപോലെ ക്ലസ്റ്റർ ബോംബുകളുണ്ട്. ഈ ക്ലസ്റ്റർ ബോംബിൻ്റെ ഒരു പ്രത്യേകത, ഇസ്രായേലിൻ്റെ ഈ അയൺ ഡോമുകൾക്ക് തടയാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു ടെക്നോളജിയാണ് അവർ വർക്കൗട്ട് ചെയ്യുന്നത്. ഈ ബോംബുകൾ ചെന്ന് അല്ലെങ്കിൽ മിസൈലുകൾ ചെന്ന് പൊട്ടിത്തെറിക്കുകയും 10-25 ദിശകളിലേക്ക് അത് സ്പ്ലിൻഡർ ഗ്രൂപ്പുകളായി പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു അയൺ ഡോമിന് ക്ലസ്റ്റർ ബോംബുകളെ തടയുക എളുപ്പമല്ല. അതുപോലെ തന്നെ ഹൈപ്പർസോണിക് മിസൈലുകൾ, അത് ശബ്ദത്തേക്കാൾ വേഗത്തിൽ പോകുന്നതാണ്, റഡാറുകളുടെ കയ്യിൽ കിട്ടാൻ എളുപ്പമല്ല. ഹൈപ്പർസോണിക് മിസൈൽ, ഇത് രണ്ടുമാണ് ഇസ്രായേലിനെതിരെ അവർ വിജയകരമായി പ്രയോഗിച്ചിട്ടുള്ളത്. ആ തരത്തിൽ ഇറാൻ തിരിച്ചടിക്കുമെന്ന് പറയുന്നു. ഒപ്പം തന്നെ SKN ഇറാന്റെ ഷിയ വിഭാഗത്തിൻ്റെ, അത് ഇറാന്റെ മാത്രമല്ല ലോകത്തെ തന്നെ ഷിയ മുസ്ലിമുകളുടെ ഒരു പരമാചാര്യനായിട്ടാണ് ആയത്തുള്ള ആരെ കാണുന്നത്. ആയത്തുള്ള ഖമനായി കൊല്ലപ്പെട്ടതിൻ്റെ പിന്നാലെ കാശ്മീരിലെ ഷിയ മുസ്ലിംസ് അടക്കം മറ്റു രാജ്യങ്ങളിലെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഷിയ മുസ്ലിംസൊക്കെ പ്രതിഷേധവുമായി അവർ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇറാനിൽ ഇമാമിൻ്റെ അല്ലെങ്കിൽ ആയത്തുള്ള ഖമനിയുടെ ചിത്രങ്ങൾ പിടിച്ചുകൊണ്ട് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ജനം തെരുവിലിറങ്ങുന്നുണ്ട്. അതുവരെ എതിർത്തിരുന്നവർ പോലും ആയത്തുള്ള അലി ഖമനായി കൊല്ലപ്പെട്ടു എന്ന് വാർത്ത കേട്ടതിന് ശേഷം ഇറാനിൽ ഒരു തരം കൺസോൾട്ടേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ അതായിരിക്കാം ഞങ്ങൾ ആഞ്ഞടിക്കും എന്ന് ഇറാനെ കൊണ്ട് പറയിപ്പിക്കുന്നത്. അപ്പോൾ ഇത് തിരിച്ചറിഞ്ഞിട്ടാണ് ഇസ്രായേലും അമേരിക്കയും ആക്രമണത്തിൻ്റെ ശക്തി കൂട്ടിയതായിട്ടാണ് നമുക്ക് റിപ്പോർട്ട് കിട്ടുന്നത്. വിമാനവാഹിനി യുദ്ധക്കപ്പലുകളിൽ നിന്ന് ടോമഹോക്ക് മിസൈലുകൾ ഒന്നിനു പിറകെ ഒന്നായിട്ട് പാഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടും ഇസ്രായേലിൻ്റെ ബോംബർ വിമാനങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള F-35C അടക്കം, അല്ലെ 35-ലെ പല വിഭാഗത്തിൽപ്പെട്ട വിമാനങ്ങളുണ്ട്. അതുപോലെ തന്നെ F-22 റാപ്റ്റർ വിമാനം ഇസ്രായേലിലേക്ക് എത്തിയത് 2 ദിവസം മുൻപാണ്. അതിൻ്റെ ഇമേജ്, ഉപഗ്രഹ ചിത്രങ്ങൾ ചൈന പുറത്തുവിട്ടിരുന്നു. ഏറ്റവും അവസാനം 15 F-22 റാപ്റ്റർ വിമാനങ്ങളാണ് എത്തിയത്. ഈ വിമാനങ്ങളൊക്കെ, അതുപോലെ F-16 വിമാനങ്ങൾ, 200 യുദ്ധവിമാനങ്ങൾ ഒറ്റയടിക്ക് 500 സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ സമീപകാലത്തൊന്നും നമ്മൾ കേൾക്കാത്തതാണ്. 200 യുദ്ധവിമാനങ്ങൾ ഒറ്റയടിക്കുക എന്ന് മാത്രമല്ല, അത് പോകുന്നതിന് മുമ്പേ മിസൈൽസ് വേദക സംവിധാനങ്ങൾ ഇറാനിലെ അവർ ന്യൂട്രലൈസ് ചെയ്തിരുന്നു. സൈബർ അറ്റാക്ക് നടത്തി അവരുടെ സിസ്റ്റംസിനെ തകർത്തിട്ടാണ് ഈ യുദ്ധവിമാനങ്ങൾ ഇറാനിലേക്ക് കയറിയത്. അതുകൊണ്ട് യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിടാൻ ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഈ ആദ്യ അറ്റാക്കിൽ 200 യുദ്ധവിമാനങ്ങൾ, അതിൽ പല യുദ്ധവിമാനങ്ങളും നേരെ പോയി ബോംബിട്ടത് ആയത്തുള്ള ഖമനിയുടെ കൊട്ടാരത്തിലാണ്. ടോമഹോക്ക് മിസൈലുകൾ അമേരിക്ക പ്രയോഗിച്ചത് ഈ കൊട്ടാരത്തിലേക്കാണ്. അവിടെ നിന്നാണ് ഒരു അറ്റാക്ക് 24 പ്രവിശ്യകളിലേക്ക് വ്യാപിപ്പിച്ചത്. അറിയാലോ, 31 പ്രവിശ്യകളാണ് ഇറാനിലുള്ളത്. അപ്പോൾ ഒരു 7 പ്രവിശ്യ മാത്രമേ ഇന്ന് മാറ്റി നിർത്തിയിട്ടുള്ളൂ. തന്ത്രപ്രധാനമായ 24 പ്രവിശ്യകളിൽ എന്ന് വെച്ചാൽ ഇറാന് വ്യാപകമായി ആക്രമണം നടത്തിയിരിക്കുന്നു. അതാണ് ഒരുപക്ഷെ ആയത്തുള്ള ഖമനി കൊല്ലപ്പെട്ടത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ക്ഷുഭിതരായിട്ടുള്ള ഇറാൻ സൈന്യം എല്ലാ രാജ്യങ്ങളിലേക്കും, പ്രധാനപ്പെട്ട ഗൾഫിലെ രാജ്യങ്ങളിലേക്കൊക്കെ ഈ ആക്രമണം നടത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്ന് മാത്രമല്ല, ഇസ്രായേലുമായിട്ട് അബ്രാഹം അക്കോർഡ്സിൽ
ഒപ്പിട്ട രാജ്യങ്ങളിൽ ഒന്നാണ് UAE, ബഹ്റൈനൊക്കെ. അവിടെയൊക്കെയാണ് ആക്രമണം കൂടുതൽ രൂക്ഷമാക്കിയത്. സൗദിയിലേക്ക് 2ഇടത്താണ് ആക്രമണം നടത്തിയത്. അപ്പോൾ ആ തരത്തിൽ കാര്യങ്ങൾ ഇപ്പോൾ കൈവിട്ടു പോകുന്ന തരത്തിൽ തന്നെ നിൽക്കുകയാണ്. പക്ഷെ ഇറാനിൽ ഭരണമാറ്റം കൊണ്ടുവന്ന് ഞങ്ങൾ മാറുകയുള്ളൂ, യുദ്ധം തുടരുമെന്ന് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ട്രംപും നൽകുന്ന സൂചന അതാണ്. പെട്ടെന്ന് യുദ്ധം നിർത്താൻ സാധ്യതയില്ല, അല്ലെങ്കിൽ ഇറാൻ ഭരണകൂടം കീഴടങ്ങണം. അതുകൊണ്ട് ഈ എയർഫോഴ്സ് വഴിയുള്ള വ്യോമാക്രമണങ്ങൾ തുടരും, മിസൈൽ അറ്റാക്കുകൾ തുടരും, ഇറാൻ തിരിച്ചടിക്കും. ഈ തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി നടക്കാനുള്ള സാധ്യത തന്നെയാണ്. പക്ഷെ ഒരു കരയുദ്ധത്തിനുള്ള സാധ്യത ഇപ്പോൾ ഇല്ല. പ്രത്യേകിച്ച് ഇസ്രായേലും അതുപോലെ തന്നെ അമേരിക്കയും ഒരു തരത്തിലും ഒരു കരയുദ്ധത്തിന് ഇറാനിലേക്ക് ഇപ്പോൾ ഇറങ്ങാൻ സാധ്യതയില്ല. കാരണം 6,60,000 സൈന്യമുള്ള ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ വലിയ ചെറുത്തുനിൽപ്പ് കരയുദ്ധത്തിൽ നടത്തുമെന്ന് മാത്രമല്ല, അമേരിക്കയ്ക്കും ഇസ്രായേലിനും വലിയ രീതിയിലുള്ള ആൾനാശമുണ്ടാവും. അതുകൊണ്ട് ആൾനാശം സംഭവിക്കാത്ത രീതിയിൽ വ്യോമാക്രമണവും മിസൈൽ ആക്രമണവും നടത്തുക എന്നുള്ള തന്ത്രമാണ് ഇവരൊക്കെ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിനിടയിൽ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നതിൻ്റെ സൂചനകൾ വരുന്നുണ്ട്. ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കുന്ന ഫാക്ടറികൾക്ക് നേരെ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ബാലിസ്റ്റിക് മിസൈലുകളും ഒപ്പം തന്നെ ഡ്രോണുകൾ, ഷഹീദ് ഡ്രോൺസ് എന്ന ഡ്രോൺസ് ഉള്ളത് ഇറാന്റെ കൈവശമാണ്. ഉക്രൈൻ യുദ്ധത്തിന് റഷ്യക്ക് 1000കണക്കിന് ഷാഹിദ് ഡ്രോൺസ് നൽകിയത് ഇറാനാണ്. ഇറാന്റെ അന്നത്തെ പ്രസിഡന്റായിരുന്ന, ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇബ്രാഹിം റൈസിയെ കാണാൻ റഷ്യൻ പ്രസിഡന്റ് പുടിൻ തന്നെ നേരിട്ട് ഇറാനിലെത്തിയിരുന്നു. ഇറാനും റഷ്യയും തമ്മിലുള്ള ബന്ധം അതിശക്തമാണ്. പക്ഷേ ഉക്രൈൻ യുദ്ധത്തിൽ പെട്ടുകിടക്കുന്ന റഷ്യ ഭീഷണിപ്പെടുത്തുകയല്ലാതെ രംഗത്തിറങ്ങിയിട്ടില്ല. ചൈനയും ഭീഷണി മുഴക്കിയിരുന്നു. പക്ഷേ ചൈന ഇതുവരെ ആയുധങ്ങൾ നൽകുന്നതല്ലാതെ ഇറാന് വേണ്ടിയിട്ട് രംഗത്തിറങ്ങുമെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. UN രക്ഷാസമിതി യോഗം ചേർന്നെങ്കിലും പ്രത്യേകിച്ച് തീരുമാനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം എന്ത് തീരുമാനത്തിലേക്ക് പോയാലും അമേരിക്ക വീറ്റോ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ UN രക്ഷാസമിതിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.